ഹായ് ഫ്രണ്ട്സ്, S3A PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2011 എറണാകുളം ജില്ലയിൽ നടന്ന LDC ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലഘൂകരിക്കുക. 2 raised to 20 divided by 2 raised to 15 into 2 raised to 3 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം a raised to m by a raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m minus n ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 20 minus 15 എന്ന് എഴുതാം ഇതിനെ. അപ്പോൾ 2 raised to 20 minus 15 into 2 raised to 3 എന്ന് വരും. അപ്പോൾ 20 നിന്ന് 15 കുറയ്ക്കുമ്പോൾ 2 raised to 5 ഇൻറ്റു 2 raised to 3 വരും. a raised to m ഇൻറ്റു a raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m plus n ആണ്. അപ്പോൾ 2 raised to 5 plus 3 വരും, 2 raised to 8 വരും. നമ്മുടെ ആൻസർ 2 raised to 8 ആണ്. ഒരു പുരയിടത്തിന് 70 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുണ്ട്. ഈ പുരയിടത്തിൻ്റെ മധ്യഭാഗത്തു കൂടി പരസ്പരം ലംബമായി 5 മീറ്റർ വീതിയുള്ള 2 റോഡുകൾ കടന്നു പോകുന്നു. ഒരു ചതുരശ്ര മീറ്ററിന് 105 രൂപ നിരക്കിൽ ഈ റോഡുകൾ നിർമ്മിക്കാൻ എത്ര രൂപ ചിലവാകും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പാതയുടെ വിസ്തീർണം കാണാൻ വേണ്ടി, വിസ്തീർണം കാണണമല്ലോ ആദ്യം. അപ്പോൾ പാതയുടെ വിസ്തീർണം കാണാൻ നീളം പ്ലസ് വീതി മൈനസ് പാതയുടെ വീതി ഇൻറ്റു പാതയുടെ വീതി. മനസ്സിലായോ? അപ്പോൾ ആ പാതയുടെ വിസ്തീർണം കാണാനുള്ള ഫോമുലയാണ് നീളം പ്ലസ് വീതി മൈനസ് പാതയുടെ വീതി ഇൻറ്റു പാതയുടെ വീതി. അപ്പോൾ ഇവിടെ നീളം എത്രയാണ്? അപ്പോൾ 70 + 45. അപ്പം നീളം പ്ലസ് വീതി മൈനസ് പാതയുടെ വീതി എത്രയാണ്? 5 മീറ്റർ വീതിയുള്ളതാണ്. അപ്പോൾ മൈനസ് 5 ഇൻറ്റു പാതയുടെ വീതി. പാതയുടെ വീതി എത്രയാണ്? 5 ആണ്. അപ്പോൾ 70 + 45 110 ആണ്. 110 മൈനസ് 70 + 45 മൈനസ് 5 എന്ന് പറയുന്നത് 105 ആണ്. 110 ആണ്. 110 ഇൻറ്റു 5 എന്ന് പറയുന്നത് 550 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 550 മീറ്റർ സ്ക്വയർ നിർമ്മിക്കാനായിട്ട് 550 ഇൻറ്റു 105 രൂപയാണ്. അപ്പോൾ 105 ചെയ്യുക. അപ്പോൾ നമുക്ക് 57,750 കിട്ടും. 57,750 രൂപയാണ്. അപ്പോൾ പഠിക്കുക, പാതയുടെ വിസ്തീർണം കാണാൻ നീളം പ്ലസ് വീതി മൈനസ് പാതയുടെ വീതി ഇൻറ്റു പാതയുടെ വീതി. അപ്പോൾ അത് ആദ്യം ബ്രാക്കറ്റിൽ കൊടുക്കണം. നീളം പ്ലസ് വീതി മൈനസ് പാതയുടെ വീതി ആദ്യം ചെയ്തതിന് ശേഷമാണ് ഇൻറ്റു പാതയുടെ വീതി ചെയ്യാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 150% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? R/100 + R × 100 ഇത്ര ശതമാനം കുറവായിരിക്കും. അപ്പോൾ കാണാൻ എങ്ങനെയാണ്? R/100 + R × 100% കുറവായിരിക്കും. അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ്. 150/100 + R 250 × 100 വരും. 60% എന്ന് കിട്ടും. ആൻസർ 60% ഫോർമുല പഠിക്കാം. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ R/100 + R × 100% കുറവായിരിക്കും. ഒരു വാഹനം 2.4 ലിറ്റർ പെട്രോൾ കൊണ്ട് 43.2 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ ആ വാഹനത്തിന് 1 ലിറ്റർ പെട്രോൾ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും? അപ്പോൾ 2.4 ലിറ്റർ കൊണ്ട് 43.2 കിലോമീറ്റർ സഞ്ചരിക്കാം. അപ്പോൾ 1 ലിറ്റർ കൊണ്ട് എത്രയായിരിക്കും? 43.2/22.4 ആണ്. അപ്പോൾ ഇത് എന്താണ്? ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18 കിലോമീറ്റർ എന്നുണ്ട്. അപ്പോൾ 1 ലിറ്റർ പെട്രോളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 43.2/2.4 ചെയ്യുമ്പോൾ നമുക്ക് 18 കിലോമീറ്റർ കിട്ടും. അതാണ് ആൻസർ. ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനമായ ആഘോഷിച്ച 1950 ജാനുവരി 26 ഏത് ദിവസമാണ്? വ്യാഴാഴ്ചയാണ്. ABCDEFGHIJ എന്നീ അക്ഷരങ്ങൾ യഥാക്രമം 0, 1, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നീ വിലകൾ ആരോപിച്ചാൽ HA × C - FA / EFൻ്റെ വില എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് കോഡ് ചെയ്യുക. H എന്ന് പറയുന്നത് 7 ആണ്, A എന്ന് പറയുന്നത് 0 ആണ്, F എന്ന് പറയുന്നത് 5 ആണ്, E എന്ന് പറയുന്നത് 4 ആണ്, C എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 70 × 2 -50 ഡിവൈഡഡ് ബൈ 45 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 140 - 50 ഡിവൈഡഡ് ബൈ 45 വരും. അപ്പോൾ 90/45 2 എന്ന് കിട്ടും. ആൻസർ 2 ആണ്.
ക്യാറ്റ് എന്ന വാക്ക് ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ച് 24 എന്ന് എഴുതിയാൽ ബാറ്റ് എന്ന വാക്കിൻ്റെ കോഡ് എത്രയാണ്? അപ്പോൾ ക്യാറ്റ് എന്ന് പറയുന്നത് CAT. അപ്പോൾ 3+ ആൽഫബറ്റ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. 3+1+20 24 കിട്ടിയത്. അതുപോലെ ബാറ്റ് വരുമ്പോൾ 2+1+20 ആണ് 23 എന്ന് കിട്ടും. 23. ഒറ്റയാനെ കണ്ടെത്തുക. കത്തി, കോടാലി, വാള്, അമ്പ്. ഒറ്റയാൻ ഏതാണ്? അമ്പാണ്. അമ്പ്. ബാക്കിയൊക്കെ എന്താണ്? വായ്ത്തലയുള്ള ആയുധങ്ങളാണ്. അമ്പാണ് ഒറ്റയാൻ. പൂരിപ്പിക്കുക. 1, 3, 4, 8, 15, 27. എങ്ങനെയാണ് പോയിരിക്കുന്നത്? നമുക്ക് ഈ 8 എന്ന് പറയുന്നത് എന്താണ്? 1+2 3+4 ആണ് 8. അത് 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 8+4+3 ആണ്. 27 എന്ന് പറഞ്ഞാൽ എന്താണ്? 15+8+4 ആണ്. അപ്പോൾ അടുത്ത 50 എങ്ങനെയായിരിക്കും? 27+15+8 ആണ്. തൊട്ട് മുമ്പിലുള്ള 3 സംഖ്യകൾ കൂട്ടി എഴുതിയിരിക്കുകയാണ്. തൊട്ട് മുമ്പിലുള്ള 3 സംഖ്യകൾ കൂട്ടി എഴുതിയിരിക്കുന്നു. അപ്പോൾ 27+15+8 നമ്മുടെ ആൻസർ 50. ശരിയായ പദം ഏത്? ചെരുപ്പുകുത്തി ലെതർ ആണെങ്കിൽ കാർപ്പൻ്റർ എന്താണ്? തടിയാണ്. ചെരുപ്പുകുത്തി ലെതർ കാർപ്പൻ്റർ തടിയാണ്. ചെരുപ്പുകുത്തി ലെതർ ഉപയോഗിച്ച് പണി ചെയ്യുന്നു. കാർപ്പൻ്റർ തടി ഉപയോഗിച്ച് പണി ചെയ്യുന്നു. 5 മുതൽ 85 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ 5 കൊണ്ട് നിശ്ലേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിൽ താഴെ നിന്നും 11ാമത്തെ വരസ്ഥാനത്ത് വരുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എണ്ണാം പദം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? A+n-1 × d എന്നൊരു ഫോർമുലയുണ്ട്. ഇതിൽ ആദ്യ പദം എന്ന് പറഞ്ഞാൽ A ആണ്. അവസാന പദം എന്ന് പറയുന്നത് AN ആണ്. കോമൺ ഡിഫറൻസ് ആണ് D എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. A 5 ഉണ്ട്. കോമൺ പൊതുവ്യത്യാസം D ആണ്. അത് 5 ആണ്. അപ്പോൾ ഇനി എന്താ തന്നിരിക്കുകയാണ്? നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ചോദിക്കുന്നതാണെങ്കിൽ താഴെ നിന്ന് 11ാമത്തെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 11ാമത്തെ പദമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ A+n എന്ന് പറയുന്ന 11 ആണ്. അപ്പോൾ 11 - 1 × 5 വരും. അപ്പോൾ 5 + 10 × 5 വരും. 5 + 10 × 5 50. 50 + 5 55. ഹരി അവൻ്റെ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്ററും അതിനുശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് വീണ്ടും 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ ഹരി അവൻ്റെ വീട്ടിൽ നിന്നും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? ഹരി അവൻ്റെ വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് തെക്കോട്ട് തിരിഞ്ഞു 5 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് വീണ്ടും 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇപ്പോൾ ഹരി അവൻ്റെ വീട്ടിൽ നിന്ന് ഏത് ദിശയിലാണ് നിൽക്കുന്നത്? ഏത് ദിശയിലാണ്? വടക്കു ദിശയിലാണ് നിൽക്കുന്നത്. ഹരി അവൻ്റെ വീട്ടിൽ നിന്ന് വടക്കു ദിശയിലാണ് നിൽക്കുന്നത്. ഒരാൾ 5000 രൂപ 3/4% പലിശ നിരക്കിൽ വാർഷിക പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 6 മാസത്തിന് ശേഷം അയാൾ നിക്ഷേപ തുകയിൽ നിന്നും 3000 രൂപയും 1 വർഷത്തിന് ശേഷം ബാക്കി വന്ന തുകയും പിൻവലിക്കുന്നു എങ്കിൽ അയാൾക്ക് പലിശ ഇനത്തിൽ ലഭിക്കുന്ന തുക എത്രയാണ്? അപ്പോൾ 5000 രൂപയ്ക്ക് 6 മാസത്തേക്ക് 3.25% പലിശ കാണുക. അപ്പോൾ അങ്ങനെയാണ് കാണാം. 5000 × 3.75 നമുക്ക് ഇങ്ങനെ എഴുതാം. 3/4 3.75/100 × 6 മാസമാകുമ്പോൾ നമുക്കത് വർഷത്തിലാകുമ്പോൾ 6/12. അപ്പോൾ അതായത് 1/2 വരും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 93.75 കിട്ടും. 93.75. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? 3000 രൂപ അയാൾ 6 മാസത്തിന് ശേഷം അയാൾ നിക്ഷേപത്തിൽ 3000 രൂപ 1 വർഷത്തിന് ശേഷം ബാക്കിയുള്ള തുകയും പിൻവലിക്കുകയാണ്. അപ്പോൾ 3000 രൂപ പിൻവലിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 2000 ആണ്. അപ്പോൾ 2000 × 3.75/100 × 1/2 അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് 37.5 കിട്ടും. അപ്പം ടോട്ടൽ പലിശ കാണാൻ ഈ 93.75 + 37.5 ചെയ്താൽ മതി. 131.25 കിട്ടും. 131.25. രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് അതിന് കൂട്ടിയാൽ മതി പലിശ. ട്രെയിനിൽ അടുത്തിരുന്ന് യാത്ര ചെയ്ത രാഹുലിനെ സീത വിഷ്ണുവിന് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇവൻ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ മകൻ്റെ സഹോദരനാണ്. എന്നാൽ രാഹുലിന് സീതയുള്ള ബന്ധം എന്താണ്? ഇവൻ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ മകൻ്റെ സഹോദരനാണ്. ഭർത്താവിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? സീതയാണ്. സീതയുടെ മകൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അതാരാണ്? മകനാണ്. സീതയുടെ മകനാണ്. തുടർച്ചയായ 4 ദിവസങ്ങളിൽ സഹീർ യഥാക്രമം 4 മണിക്കൂർ, 7 മണിക്കൂർ, 3 മണിക്കൂർ, 2 മണിക്കൂർ വീതം പഠിക്കുന്നു എങ്കിൽ അവൻ ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ പഠിക്കുന്നു? ശരാശരി കാണാനാണ്. എല്ലാം കൂടി കൂട്ടുക. 4 + 7 + 3 + 2 ടോട്ടൽ എത്രയാണ്? 4 ആണ്. തുക എണ്ണമാണ്. 16/4 4 മണിക്കൂർ എന്ന് കിട്ടും. 4 മണിക്കൂർ. 16 പേർക്ക് ഒരു ദിവസം 7 മണിക്കൂർ വെച്ച് 42 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 14 പേർക്ക് ഒരു ദിവസം 12 മണിക്കൂർ വെച്ച് പൂന്തോട്ട നിർമ്മാണം പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും?
നമ്മുടെ ഫോർമുല M1D1T1 = M2D2T2. അപ്പോൾ ഓരോന്ന് കൊടുക്കുക. M1 എന്ന് പറയുന്നത് 16 D1 എന്ന് പറയുമ്പോൾ 48 T1 എന്ന് പറയുന്നത് 7 M2 എന്ന് പറയുന്നത് 14 D2 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം T2 12 അപ്പോൾ D2 എന്ന് പറയുന്നത് 16 × 48 × 7/14 × 12 ആൻസർ 32 എന്ന് കിട്ടും. 32 ദിവസമാണ്. ഒരു ഡസൻ ബുക്കിന് 375 രൂപ നിരക്കിൽ ഗോപാൽ 20 ഡസൻ ബുക്കുകൾ വാങ്ങി ഒരു ബുക്കിന് 33 രൂപ നിരക്കിൽ വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ലാഭശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഡസൻ ബുക്കിൻ്റെ വില എത്രയാണ്? ഒരു ഡസൻ ബുക്കിന് 375 രൂപയാണ്. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില എത്രയായിരിക്കും? 375/12 ആയിരിക്കും. അപ്പോൾ 31.25 ആയിരിക്കും ഒരു ബുക്കിൻ്റെ വില. അപ്പോൾ ലാഭം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. അപ്പോൾ 33 - 31.25 ചെയ്യുമ്പോൾ 1.75 കിട്ടും. അപ്പോൾ ലാഭശതമാനം കാണാൻ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് × 100 ആണ്. അപ്പോൾ 1.75/31.25 × 100 ചെയ്യുക. അപ്പോൾ ലാഭശതമാനം 5.6% എന്ന് കിട്ടും. 5.6%. ഒരു ക്ലാസ് റൂമിൽ ഒരു വരിയിൽ 4 കസേരകൾ ഇട്ടിരിക്കുന്നു. അടുത്തടുത്തുള്ള 2 കസേരകൾ തമ്മിലുള്ള അകലം 3/4 മീറ്റർ ആണ് എങ്കിൽ ആദ്യത്തേതും അവസാനത്തേതും കസേരകൾ തമ്മിലുള്ള അകലം എത്രയാണ്? ഒരു വരിയിൽ എത്ര കസേര ഇട്ടിരിക്കുന്നത്? 4 കസേരയുണ്ട്. 1 2 3 4 കസേരയുണ്ട്. അപ്പോൾ ഇതിൽ എത്രയാണ്? അതിൻ്റെ ഇടയ്ക്കുള്ള അകലം എത്രയാണ്? 3/4 ആണ്. അപ്പോൾ അതിൻ്റെ എത്ര എണ്ണം ഉണ്ട്? അങ്ങനെയാണെങ്കിൽ 4 കസേര. അപ്പോൾ 3 × അകലം ഇടയ്ക്കുള്ള എത്രയാണ്? 3 അകലമാണ്. 3 × 3/4 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9/4 വരും. 2 1/4 കിട്ടും. ആൻസർ 2 1/4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സിൻ്റെ വില കാണുക. 0.4 = 1.4 = 1.4 x ആണ്. അപ്പോൾ എന്താണ് എക്സിൻ്റെ വില കാണാൻ? x × 1.4 = 1.4 × 0.4 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് 1.4 × 1.4/0.4 ആണ്. അപ്പോൾ എക്സിൻ്റെ ആൻസർ 4.9 എന്ന് കിട്ടും. 4.9. അടുത്ത വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം. 5ാം ഉൽപാദന ഘടകമായി കണക്കാക്കുന്നത് ക്യാൻസൽഡ് ആണ്. 2010 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ലിയോ സിയാബോയ്ക്കാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് 2020 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ്. 2020 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് വേൾഡ് ഫുഡ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് പ്രോഗ്രാമിനാണ്. എന്ത് കിട്ടിയത്? 2020 നോബൽ സമ്മാനം ലഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും അധികം കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും അധികം കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്തിനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി ഫാം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി ഫാം കന്യാകുമാരിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി ഫാം. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്? ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. താഴെ പറയുന്നവയിൽ തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ രശ്മി ഏതാണ്? ഏത് കിരണങ്ങളാണ്? ഗാമാ രശ്മികളാണ്. തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ രശ്മികൾ ഏതാണ്? ഗാമാ റേസ് ആണ്. പക്ഷികളുടെ മുട്ടയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഓവലോളജി ആണ്. പക്ഷികളുടെ മുട്ടയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓവലോളജി. ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അമേരിക്ക വിക്ഷേപിച്ചത്? ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെയാണ്? ഡോക്ടർ എസ് ചന്ദ്രശേഖറിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനാണ് ചന്ദ്ര എന്ന ഉപഗ്രഹം അമേരിക്ക വിക്ഷേപിച്ചത്. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഡിസംബർ 24. 2014 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയായിരുന്നു? ഗ്ലാസ്ഗോയിലായിരുന്നു 2014. ഇനി 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ബർമിംഗ്ഹാമിലാണ്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. കുത്തബ് മിനാർ ആരുടെ സ്മരണ നിലനിർത്തിയാണ് പണി കഴിപ്പിച്ചത്? കുത്തബ് മിനാർ ആരുടേതാണ്? ബക്തിയാർ കാഗിയുടെ സ്മരണയ്ക്ക് നിലനിർത്താനാണ് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് ഏതാണ്? നൗറു ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് ഏതാണ്? നൗറു ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാനാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് ആണ് നൗറു. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? സർ ആൽബർട്ട് ഹോവാർഡ് ആണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ്. സുമംഗല എന്ന തുലികാനാമത്തിൽ പ്രസിദ്ധനായ മലയാളി എഴുത്തുകാരി ആരാണ്? ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ലീല നമ്പൂതിരിപ്പാട്.
ആദ്യ സാർക്ക് സമ്മേളനം നടന്നത് എവിടെയാണ്? ധാക്കയിലാണ് ആദ്യത്തെ സാർക്ക് സമ്മേളനം നടന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാം വകുപ്പാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 324. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാം വകുപ്പാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 324 വകുപ്പാണ്. സ്വതന്ത്രത്തിലേക്കുള്ള ദീർഘയാത്ര ആരുടെ ആത്മകഥയാണ്? സ്വതന്ത്രത്തിലേക്കുള്ള ദീർഘയാത്ര ആരുടേതാണ്? നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് സ്വതന്ത്രത്തിലേക്കുള്ള ദീർഘയാത്ര. ATMൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീനാണ് ATMൻ്റെ പൂർണ്ണരൂപം. ATM കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജോൺ ഷെപ്പേർഡ് ബാരൻ ആണ് ATM കണ്ടുപിടിച്ചത്. ആദ്യ യൂത്ത് ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? സിംഗപ്പൂരിലാണ് ആദ്യ യൂത്ത് ഒളിമ്പിക്സ് നടന്നത്. 2010 2010 ആദ്യ യൂത്ത് ഒളിമ്പിക്സ് നടന്നത് സിംഗപ്പൂരിലാണ്. ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? കമാൻഡർ ദിലീപ് ദോണ്ടെയാണ് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ഇന്ത്യക്കാരൻ. പച്ചക്കറികൾ അധികം സമയം വെള്ളത്തിലിട്ടാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റമിൻ സി ആണ്. പച്ചക്കറികൾ അധികം സമയം വെള്ളത്തിലിട്ടാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റമിൻ സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകവും ഏതാണ്? ജീവകം സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. താഴെ പറയുന്ന ലോഹങ്ങളിൽ ഗ്ലാസുമായി ചേരുന്നത് ഏതാണ്? PSC ക്യാൻസൽഡ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷം എന്നാണ്? 1938 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷം 1938. ആധുനിക രീതിയിലുള്ള ഇന്ത്യയുടെ ആദ്യ ബാങ്ക് ഏതാണ്? അതും ക്യാൻസൽഡ് ആണ്. UGC ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് UGC ആരംഭിച്ചത്. ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് UGC ആരംഭിച്ചത്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷനാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷനും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇനി ഏതാണ്? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. DS കോത്താരി കമ്മീഷനാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ. അതുപോലെ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറുവിമാനം ഏതാണ്? നേത്രയാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറുവിമാനമാണ് നേത്ര. ഈജിപ്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? ഹോസ്നി മുബാറക്കാണ് ഈജിപ്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രസിഡന്റ്. ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22 ഭൗമദിനം. പരോക്ഷ നികുതിയിൽപ്പെടാത്തത് ഏവ? പരോക്ഷ നികുതിയിൽപ്പെടാത്തത് വരുമാന നികുതിയാണ്. നികുതിയിൽ 2 തരമുണ്ട്. പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. പരോക്ഷ നികുതിയിൽപ്പെടാത്തത് വരുമാന നികുതി. ബാക്കിയൊക്കെ എന്താണ്? പരോക്ഷ നികുതികളാണ്. കസ്റ്റംസ്, വിൽപ്പന നികുതിയും സേവന നികുതിയൊക്കെ. വിക്രമാംഗദേവ ചരിതം എഴുതിയത് ആരാണ്? ബിൽഹണനാണ്. വിക്രമാംഗദേവ ചരിതം എഴുതിയത് ആരാണ്? ബിൽഹണൻ. ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഗലീലിയോ ഗലീലിയാണ് ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിൻ്റെ പിതാവ്. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം ഏതാണ്? ജനകീയ ആസൂത്രണമാണ്. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിന് കേരളം കണ്ടെത്തിയ മാർഗമാണ് ജനകീയ ആസൂത്രണം. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് ആരാണ്? മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് മെഹബൂബ് ഉൽ ഹക്കാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ ആരാണ്? യൂത്താണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ. തക്കാളി ലോകത്തിൽ ആദ്യമായി കൃഷി ചെയ്യുന്ന സ്ഥലം ഏതാണ്? തെക്കേ അമേരിക്കയിലാണ് തക്കാളി ആദ്യമായി കൃഷി ചെയ്ത സ്ഥലം തെക്കേ അമേരിക്ക. താഴെ കൊടുത്തിരിക്കുന്ന ജില്ലകളിൽ 1949 രൂപീകൃതമാകാത്ത ജില്ല ഏത്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല രൂപീകൃതമായത് 1957 ജാനുവരി 1 പാലക്കാട് രൂപീകൃതമായത്. 1957 ജാനുവരി 1 പാലക്കാട് രൂപീകൃതമായി. 1949 ജൂലൈ 1 തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും രൂപീകരിച്ചത്. 1949 ജൂലൈ 1. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 2002 മാർച്ചിനാണ് എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്.
ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? കരളിനെ ബാധിക്കുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് ഏതാണ്? വരവൂർ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്താണ് വരവൂർ പഞ്ചായത്ത്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം 1954. ആരൊക്കെ ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റുവും ചൗ എൻലായുമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. ചന്ദ്രയാൻ ചന്ദ്രപഥത്തിൽ എത്തിയത് എന്നാണ്? ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽഡ് ആണ്. ചന്ദ്രയാൻ ചന്ദ്രപഥത്തിൽ എത്തിയത് ക്യാൻസൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അത് ഭ്രമണപഥത്തിൽ എത്തിയതെന്നാണ്? 2008 നവംബർ 8 അത് ഭ്രമണപഥത്തിൽ എത്തിയത്. ഇനി ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നു. സൈനിക സഹായ വ്യവസ്ഥ നിലവിലുന്ന വർഷം എന്നാണ്? 1798 സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത്. 1798. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മഹാനദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും മൗണ്ട് ബാറ്റൻ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഖാദറാണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദറാണ്. പിന്നെ എന്നാൽ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഭംഗർ എന്നാണ്. പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഭംഗർ. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? റിഷ്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിക്കപ്പെട്ടത് റിഷ്ര. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് ഏതാണ്? കാൽ ബൈശാഖിയാണ്. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റാണ് കാൽ ബൈശാഖി. കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാതമാണ് മാംഗോ ഷവർ. ഇനി ഇന്ത്യൻ ഉത്തര മഹാസമുദ്രത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉത്തര മഹാസമുദ്രത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ ജോൺ മത്തായി ആണ്. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി ആണ്. ഈയത്തിൻ്റെ അയിര് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത് ഗലീനയാണ്. ഈയത്തിൻ്റെ അയിര് ഗലീന. Where there is a will, there is a way. Where there is a will, there is a way ആണ്. there is a way. C അല്ലേ? D ആണ് ആൻസർ. Where there is a will, there is a way. The thief dashed by the back door. The thief got away. The thief got away എന്ന് വെച്ചാൽ escape. The thief got away by the back door. Which of the word is wrongly spelt? ഏതാണ് തെറ്റായിട്ട് വരിക? magnificent ആണ്. magnificent സ്പെല്ലിംഗ് എന്താണ്? MAGNIFICENT ആണ്. ഈ ഇല്ല. MAGNIFICENT ആണ്. Dog is to puppy as goat is to kid ആണ്. Dog is to puppy as goat is to kid. Opposite of the word encouraged. Encouraged opposite discouraged ആണ്. Encouraged opposite discouraged. Chembra Hills is one of the dash beautiful places in Kerala. Chembra Hills is one of the most beautiful places in Kerala. Ramu dash nothing at all. Ramu is doing nothing at all. Ramu is doing nothing at all. അത് nothing എന്ന നെഗറ്റീവ് വേർഡ് സെൻറ്റൻസിലുള്ളപ്പോൾ ഉണ്ട്. വീണ്ടും നെഗറ്റീവ് അർത്ഥമുള്ള ഈസ് നോട്ട് ഡൂയിങ്, ഡിഡിൻ ഡു എന്ന് തുടങ്ങിയ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് തെറ്റാണ്. അപ്പോൾ രാമു ഈസ് ഡൂയിങ് നത്തിങ് at all. Let's go for a walk. Shall we? Let's go for a walk. Shall we? These are dash best collection of books I have. These are the best collection of books I have. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ എപ്പോൾ എന്തായിരിക്കും? ദ ഉപയോഗിക്കുന്നു. My brother is going dash. My brother is going abroad. My brother is going abroad ആണ്. അതായത് ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്നത് abroad. He told me that he dash visit UK next year. He told me that he would visit UK next year ആണ്. He told me that he would visit UK next year. Told എന്ന് പറയുന്ന past tense ആണ്. അപ്പോൾ ഇതിൽ വില്ലിൻ്റെ past tense വരുന്നത് would ആണ്. To make able means എന്താണ്? Enable. To make able means enable. His eagerness to know is
സൂപ്പർ. ഹിസ് ഈഗർനെസ് ടു നോ എന്താണ്? ക്യൂരിയോസിറ്റി ആണ്. ഹിസ് ഈഗർനെസ് ടു നോ ക്യൂരിയോസിറ്റി. ഡാഷ് ഈസ് എ ഗുഡ് എക്സസൈസ്. എന്താണ് ഗുഡ് എക്സസൈസ്? ഡാഷ് ഈസ് എ ഗുഡ് എക്സസൈസ് വാക്കിംഗ് ആണ്. വാക്കിംഗ് എന്ന ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എപ്പോഴും നൗണ്, പ്രോറോൺ, ജെറണ്ട് തുടങ്ങിയവയൊക്കെ വരാം. അപ്പോൾ ജെറണ്ട് ആണെങ്കിൽ വെർബ് പ്ലസ് ING ആണ്. വാക്ക് പ്ലസ് ING ആണ്. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. It is pleasant dash children playing. It is pleasant to watch. It is pleasant to watch children playing. Will you wait dash I complete this work? Will you wait till I complete this work? Will you wait till I complete this work? Recreation is similar to amusement ആണ്. Recreation is similar to amusement. My friend dash when he heard the news. My friend was astonished. My friend was astonished when he heard the news. Sheila is not a dash as her sister. Sheila is not as tall as her sister. Sheila is not as tall as her sister. 20 rupees dash not a large sum. 20 rupees is not a large sum. അതായത് ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, എമൗണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഒരു പ്ലൂറൽ നമ്പറിൽ പറയുമ്പോൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. സിംഗുലർ വെർബായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇത്തറവാടിത്ത ഘോഷണത്തെപ്പറ്റി വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ. ആരുടെ വാക്കുകളാണിത്? ഇടശ്ശേരിയുടെ വാക്കുകളാണ്. തിക്കോടിൻ എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? പി കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിൻ എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 2010 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച കവി ആരാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ് 2010 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. 2019 പോൾ സക്രിയയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ്. സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? വായച്ചക്കര കൈ കൊക്കരയാണ്. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ്. He was seen off by his friends in Aerodrome. ശരിയായ വിവർത്തനം ഏതാണ്? വിമാനത്താവളത്തിൽ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ യാത്രയാക്കി. രാവണൻ എന്ന രാക്ഷസൻ അടിവരയിട്ട പദം ഏത് ശബ്ദ വിഭാഗത്തിൽ പെടുന്നു? എന്തിനാണ്? ദ്വേതകമാണ്. അതായത് സ്വന്തമായ അർത്ഥമില്ലാത്തതും എന്നാൽ മറ്റു പദങ്ങളോട് ചേരുമ്പോൾ അർത്ഥം കിട്ടുന്നതുമായ ശബ്ദമാണ് ദ്യോതകങ്ങൾ. എന്താണ്? സ്വന്തമായ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളോട് ചേരുമ്പോൾ അർത്ഥം കിട്ടുന്നതുമാണ് ദ്യോതകങ്ങൾ. മാതാപിതാക്കൾ സമാസം ഏതാണ്? ദ്വന്ദ്വ സമാസമാണ്. മാതാപിതാക്കൾ ദ്വന്ദ്വ സമാസം. ശരിയല്ലാത്ത പ്രയോഗം ഏത്? ചരമവാർത്ത അറിയിക്കാൻ അവൻ ഓരോ വീട് തോറും കയറിയിറങ്ങി. ഓരോ വീട് തോറും അങ്ങനെ സെയിം അർത്ഥമുള്ളത് ഒരു സെൻറ്റൻസിൽ വരാൻ പാടില്ല. ശരിയായ പദം ഏതാണ്? യാദൃച്ഛികം. ആണ് കറക്റ്റ്. യാദൃച്ഛികം. താമര എന്ന പദത്തിൻ്റെ പര്യായം എന്താണ്? അംബുജമാണ്. താമര എന്ന പദത്തിൻ്റെ പര്യായം അംബുജം. കമലം, നളിനം, പത്മം ഒക്കെ എന്താണ്? താമരയാണ്. അംബുജം, കമലം, നളിനം, പത്മം ഒക്കെ എന്താണ്? താമരയാണ്. അപ്പോൾ ഓക്കെ, എത്രയാണ് 100 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.